ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഷെയ്ക്ക് എഫക്റ്റിൻ്റെ വീഡിയോ ആണ്. സോ ഞാനിവിടെ ജസ്റ്റ് പ്രിവ്യൂ പ്ലേ ചെയ്യാം. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. ഒരു ഷെയ്ക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സീം ബാക്ക് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ സീം ബാക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഷെയ്ക്ക് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ലൈറ്റ് മോഷനിൽ കുറച്ച് കട്ട്സൊക്കെ ആഡ് ചെയ്ത് ബീറ്റിനനുസരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ കറക്റ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് ഫസ്റ്റത്തെ കട്ട്സിൽ ചെന്നിട്ട് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ടൈൽസ് എഫക്റ്റ് തന്നെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ടൈൽസ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് എനേബിൾ ചെയ്യാനൊക്കെ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോകാം. നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ആക്കി അതിൻ്റെ ആംഗിളിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെൻട്രലായിട്ട് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 177 ആക്കി കൊടുക്കാം. 177 ആക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് എൻഡിലായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. നമ്മൾ ഫ്രീക്വൻസിയുടെ വാല്യൂ ഒരു 5 ആക്കി കൊടുക്കാം. ഒരു 5.9 ഒക്കെ ആക്കി കൊടുക്കാം. 19 ഒക്കെ ആക്കിയിട്ട് നേരെ മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 44 ആക്കി കൊടുക്കാം. 44 അല്ല 124 ആക്കി കൊടുക്കാം. 124 ആക്കിയിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി സെൻട്രലായാലും കീ ഫ്രെയിം ആഡ് ചെയ്ത് 0 ആക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് മോഷൻ ബ്ലർ ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ അത്ര തന്നെ കൊടുക്കാം. എന്നിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് സൂം ബ്ലർ എന്ന് പറഞ്ഞ ബ്ലർ സെർച്ച് ചെയ്ത് ആഡ് ആക്കി കൊടുക്കാം. സൂം ബ്ലർ എന്ന് പറഞ്ഞ സെർച്ച് ആഡ് ആക്കിയിട്ട് ഫസ്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് പിന്നത്തെ വാല്യൂ നമുക്കൊരു 15 ആക്കിയിട്ട് അത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ഇന്നർ ബ്ലർ എന്ന് പറഞ്ഞ ഒരു ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ഇന്നർ ബ്ലർ എന്ന് പറഞ്ഞ ബ്ലർ ആഡ് ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ എൻഡിലായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. അടിച്ച് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് പിഞ്ച് ബ്ലർ എന്ന് പറഞ്ഞ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഫുള്ളാക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സെൻട്രലായിട്ട് കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് നമുക്ക് ഒരു അതിൻ്റെ റെഡ്യൂസ് നമുക്ക് ഫുള്ളാക്കിയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. വീണ്ടും മോഷൻ ബ്ലർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് ശേഷം ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് സ്വിങ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സ്വിങ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് സ്വിങ്ങിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 8 ആക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ 8 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കാം. 8 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് നമുക്ക് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ 2 ആക്കി കൊടുക്കാം. 2 പോയിൻ്റ് ആക്കിയിട്ട് അത് എൻഡിലേക്ക് കൊണ്ടുപോയി താഴെ കാണുന്ന നമുക്ക് ആംഗിൾ 1 നമുക്കൊരു 5 ആക്കാം. 5 ആക്കിയിട്ട് -5 ആക്കിയിട്ട് 5 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് പിന്നത്തെ കീ ഫ്രെയിം നമുക്ക് 0 ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോകാം. ഇതേപോലെ തന്നെ നമ്മൾ ആംഗിൾ 2 ചെയ്യാം. +5 ആക്കിയിട്ട് എൻഡിലായിട്ട് തന്നെ നമുക്ക് 0
ആക്കി കൊടുക്കാം. ഫസ്റ്റായിട്ട് നമുക്കൊരു റാൻഡം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ ആഡ് എഫക്റ്റ് പോയിട്ട് സെർച്ച് ചെയ്ത് ആക്കി കൊടുക്കാം. ആക്കിയിട്ട് അതിലെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റിന് 0 ആക്കി കൊടുക്കാം. മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ഫസ്റ്റ് 0 ആക്കിയിട്ട് ആ കീ ഫ്രെയിം അവിടെ വെച്ചിട്ട് പിന്നത്തേൻ്റെ വാല്യൂ നമുക്ക് ഒരു 875 ആക്കി കൊടുക്കാം. 875 ആക്കിയിട്ട് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആക്കി കൊടുക്കാം. ആക്കിയിട്ട് ശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് അതിൻ്റെ എവല്യൂഷൻ നമുക്കൊരു 6.19 ആക്കി കൊടുക്കാം. 6.19. നമ്മുടെ എഫക്റ്റൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഈ എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തുള്ള കട്ട്സിലേക്കൊക്കെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഷേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം.